അത് അംബുജ സിമന്റ്സ് അഡാനിയുടെ ഒരു കമ്പനി തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ഈ സിമന്റ് മേഖല കീഴ്പ്പെടുത്താൻ തന്നെയായിട്ടാണ് നമുക്ക് ഈ അംബുജ സിമന്റ്സും ആവട്ടെ എ സി സി സിമന്റ്സും ആവട്ടെ നമുക്ക് അഡാനി ടേക്ക് ഓവർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരം ഒരു ലോങ് ടേം ട്രാജക്ടറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഫർദർ ആയിട്ടുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ്സ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ അംബുജ സിമന്റ്സിൽ വീണ്ടും ഒരു ന്യൂസ്, 6000 കോടിയാണ് റിന്യൂവബിൾ സോഴ്സസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു ഗ്രീൻ പവർ പ്രൊജക്ടുകളിൽ അവർ ഇനി അംബുജ സിമന്റ്സ് ഇനി ഇൻവെസ്റ്റ് ചെയ്യുമെന്നും ഇനി മുന്നോട്ട് നല്ല ഒരു ഗ്രോത്ത് ഫോർകാസ്റ്റ് തന്നെയാണ് അനലിസ്റ്റുമാർ അംബുജ സിമന്റ്സിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനാലുള്ള ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു സിമന്റ് അഡാനി സിമന്റ്സ് തന്നെയാണ് ഇത്തരം ഒരു പവർ ജനറേഷൻ സെക്ടറിൽ റിന്യൂവബിൾ സെക്ടറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഉണ്ടാകുന്ന നേട്ടം, മാർക്കറ്റ് അനാലിസിസ്, കമന്റേറ്ററി, അവരുടെ മാനേജ്മെന്റ് എന്താണ് രേഖപ്പെടുത്തുന്നത്, ബ്രോക്കറേജസ് എന്താണ് രേഖപ്പെടുത്തുന്നത്, അവരുടെ ഫിനാൻഷ്യൽസ്, ഇനി മുന്നോട്ടുള്ള ഫോർകാസ്റ്റുകളും ടെക്നിക്കൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ബെനിഫിറ്റ്, മേജർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനി ഇത്തരം ഒരു അവരുടെ കോസ്റ്റ് ചെലവ് ഇനി 20% കുറയും എന്നുള്ള ഒരു ശുഭവാർത്ത തന്നെയാണ് മാർക്കറ്റ് നൽകിയിരിക്കുന്നത്. ഇത്തരം ഒരു പ്രൊജക്ട് കാരണം അവർക്ക് ഇത്തരം ഒരു അംബുജ സിമന്റ്സിന്റെ പവർ കോസ്റ്റ് ഇനി കുറയുമെന്നും ഇത്തരം ഒരു കറക്റ്റ് ഒരു ന്യൂമറിക്കൽ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ 6.46 പെർ കിലോ വോൾട്ട് പെർ ഹവറിൽ നിന്നും 5.16 പെർ കിലോ വോൾട്ട് പെർ ഹവറിലോട്ട് കുറയുമെന്നും ഇത്തരം ഒരു 1.5 രൂപയുടെ ഒരു റിഡക്ഷനിൽ അവർക്ക് 20% ഇനി നേട്ടം ഉണ്ടാകുമെന്നും അവർക്ക് പ്രൈസ് പെർ മെട്രിക് ടൺ ഒരു 90 രൂപ പെർ സിമെന്റിലോട്ട് ആകുമെന്നും ഇത്തരം ഒരു 2020 ആകുമ്പോൾ അവർക്ക് 140 മില്യൺ ടൺ പെർ ആനത്തിലോട്ടും ഉള്ള ഒരു ടാർഗറ്റിലോട്ട് എത്തുമ്പോൾ അവർക്ക് നല്ല ഒരു കോസ്റ്റ് റിഡക്ഷൻ കാരണം പ്രോഫിറ്റിൽ വർധനവ് ഉണ്ടാകുമെന്നും കമ്പനി രേഖപ്പെടുത്തി. അപ്പോൾ നമുക്ക് ഇനി ഫർദർ ഒരു ഡീറ്റെയിൽസും കൂടി ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു കോസ്റ്റ് കട്ടിങ്ങിനായിട്ടുള്ള ഒരു വലിയൊരു ബെനിഫിഷ്യൽ ഒരു പ്രൊജക്ട് തന്നെയാണിത്. ഇത് കൂടാതെ അവർക്ക് വേസ്റ്റ് ഹീറ്റ് റിക്കവറി സിസ്റ്റത്തിലും ഇത്തരം ഒരു അപ്ലിഫ്റ്റ്മെന്റ് നൽകുകയും ഇത് എൻഹാൻസ് ആവുകയും അത്തരം ഇപ്പോഴത്തെ ഒരു നമ്മൾ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 103 മെഗാവോൾട്ടിൽ നിന്നും 397 മെഗാവോൾട്ടിലോട്ട് 5 വർഷത്തിനുള്ളിൽ അവർക്ക് ഇൻക്രീസ് ആകപ്പെടുന്നു. ഇതിനാൽ തന്നെ ഇനിയും അവർക്ക് ഈ ഒരു പവർ കോസ്റ്റ് ഇനിയും ചുരുക്കാൻ പറ്റുമെന്നും കമ്പനി രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോസ്പെക്ടസ് വഴി നോക്കുകയാണെങ്കിൽ അവർ ഇത്തരം ഒരു സോളാർ വിൻഡ് പവർ പ്രൊജക്ടുകളും ഗുജറാത്തും രാജസ്ഥാൻ ലൊക്കേഷൻസിലുമാണ് അവർ ഇത്തരം ഒരു എസ്റ്റാബ്ലിഷ് ആകുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കപ്പാസിറ്റി 84 മെഗാവോൾട്ടിൽ നിന്നും 250 മെഗാവോൾട്ടിലോട്ട് അവർ കൂട്ടുമെന്നും രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർ ഗുജറാത്തിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 600 മെഗാവോൾട്ട് സോളാർ പവറും പിന്നീട് 150 മെഗാവോൾട്ട് വിൻഡ് പവർ പ്രൊജക്റ്റും ഗുജറാത്തിൽ വരുമെന്നും രാജസ്ഥാനിൽ 250 മെഗാവോൾട്ട് പവർ പ്രൊജക്റ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അത്യധികം ഒരു പവർ കപ്പാസിറ്റിയും കൂടി കൂടും ഇത്തരം ഒരു പ്രൊജക്റ്റ് എന്ന് അവർ രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താണ് ഫർദർ ബെനിഫിറ്റ്സ് കൂടുതൽ നോക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് കാരണം ഗ്രീൻ പവറിൽ നിന്നുള്ള ആ ഒരു നമുക്ക് ആ ഒരു ഊർജ, ആ ഒരു എനർജി ഇനിയും അവർക്ക് 19% നിന്നും 60%ലോട്ടും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത്തരം ഒരു സോളാർ വെച്ചിട്ടുള്ള ആ ഒരു കറണ്ടിൽ മൂലം, ഇത്തരം ഒരു കോസ്റ്റ് റിഡക്ഷൻ മൂലം ഇത്തരം ഒരു കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്ന കമ്പനി നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ടസ് കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. 6000 കോടി വലിയൊരു തുകയാണെങ്കിലും കമ്പനിയുടെ അനൗൺസ്മെന്റ്സ് പ്രകാരം കമ്പനി മാർക്കറ്റിന് മുന്നേ അറിയിച്ചിരുന്നത് ഇത്തരം ഒരു 10 വർഷത്തിനുള്ളിൽ അഡാനി ഗ്രൂപ്പ് $100 ബില്യൺ ആണ് ഇത്തരം ഒരു ഗ്രീൻ എനർജിയിലോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുമെന്നും 100 മില്യൺ ട്രീസ് 2030 അവർ പ്ലാൻ ചെയ്യുമെന്നും 2050 അവരുടെ ടോപ്പ് അഡാനി കമ്പനീസ് നെറ്റ് സീറോ ആകുമെന്നുള്ള രേഖപ്പെടുത്തലുണ്ടായിരുന്നു. അതേ ഒരു ട്രാജക്ടറിയിൽ തന്നെയാണ് നമുക്ക് ഇത്തരം ഒരു ന്യൂസ്, നമുക്ക് ഫണ്ടമെന്റൽ ന്യൂസ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു പാത തന്നെയാണ് അവർ പിന്തുടർന്നുള്ള ഒരു ശുഭവാർത്ത തന്നെയാണ് മാർക്കറ്റിന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഫിനാൻഷ്യൽസ്, ബ്രോക്കറേജസ് നമുക്ക് പറയുകയാണെങ്കിൽ അവരുടെ വ്യൂസ് പറയുമ്പോൾ എബിഡ ഇതിനാൽ തന്നെ 1350 പെർ ടണിലോട്ട് മാറുമെന്നും ഇപ്പോഴത്തെ എബിഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ 350 രൂപയാണ് ഇപ്പോഴത്തെ എബിഡ, അതിൽ നിന്നാണ് 1350ലോട്ട് ഇൻക്രീസ് ആകുമെന്നും അനലിസ്റ്റുമാരുടെ രേഖപ്പെടുത്തലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എബിഡ മാർജിനെ പറ്റി പറയുകയാണെങ്കിൽ 20%, അതിൽ നിന്നും 25%ലോട്ടും എബിഡ ഇൻക്രീസ് ആകുമെന്നും അനലിസ്റ്റുമാർ രേഖപ്പെടുത്തലുണ്ടായിരുന്നു. നമുക്കിനി മാനേജ്മെന്റ് കമന്റേറ്ററിനെ കുറിച്ച് നോക്കാം. മാനേജ്മെന്റ് കമന്റേറ്ററിനെ കുറിച്ച് വായിക്കുമ്പോൾ അജയ് കപൂർ CEO പറയുന്നത് ഇത്തരമൊരു കാര്യം സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ്. ഇതിനാൽ തന്നെ അഡാനി സിമെന്റിന്റെ ഒരു ഗ്രോത്ത് ട്രാജക്ടറിനെ കുറിച്ചും
അഡാനി കമ്പനിയുടെ സിഇഒ കപൂർ അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അഡാനിയുടെ ഇത്തരം ഒരു സിമെന്റ് മേഖലയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് കോമ്പറ്റീഷനാണ് ടോപ്പ് നമ്പർ 1 ആയിട്ടുള്ള അൾട്രാടെക് സിമെന്റ് ആയിട്ട്. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ അംബുജ സിമെന്റ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽസ് തന്നെയാണ് നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 363% ഒരു പ്രോഫിറ്റ് വർധനവാണ് ഇപ്രാവശ്യത്തെ 2ാം പാദബലത്തിൽ അംബുജ സിമെന്റ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തന്നെ നമുക്ക് കുറച്ച് ഒരു 1-2 ആഴ്ച മുന്നേ തന്നെയാണ് നമുക്ക് നല്ലൊരു ന്യൂസ് ലഭിച്ചത്. അംബുജ സിമെന്റ്സ് പുതിയൊരു സബ്സിഡറി ആയിട്ടുള്ള സാങ്കി ഇൻഡസ്ട്രീസിനെ ടേക്ക് ഓവർ ചെയ്യുമെന്നും ഇനിയും നമുക്ക് സിമെന്റ് മേഖലയെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നും അംബുജ സിമെന്റ്സ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു.